ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം എന്നെപ്പോലെ തയ്യൽ പഠിച്ചിട്ടില്ലാത്തവർക്കും ഇനി അടിപൊളിയായിട്ട് തയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരികയാണേ. ഞാനിവിടെ 1 മീറ്റർ പോളിസ്റ്ററിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ലീവ്ലെസ് ടോപ്പിൻ്റെ ഒക്കെ ബേസ് ഇതാണ്. ഞാനിവിടെ ഒരു ഷിമ്മിയാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനായിട്ട് ആദ്യം തന്നെ ഈ തുണി രണ്ടായിട്ട് ഇങ്ങനെ മടക്കുക. ശേഷം ഒന്നും കൂടെ ഞാനത് ഫോൾഡ് ചെയ്യുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു തുള്ളി തുണി അവിടെ ബാലൻസ് ഉണ്ട്. അത് നമുക്ക് നെക്കിന് മറിച്ചടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതേപോലെ മടക്കിയതിന് ശേഷം അടുത്തതായിട്ട് ഒരു അളവ് തുണിയാണ് ആവശ്യം. ഞാനിവിടെ എൻ്റെ ഒരു പഴയ ടോപ്പാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് മടക്കുക. മടക്കിയിട്ട് നമുക്ക് തയ്ക്കാനുള്ള തുണിയിൽ ഒരു 1/2 ഇഞ്ച് ഇറക്കി വയ്ക്കുക. 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പാണ് ഷോൾഡറിന്. അതേപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ടോപ്പിലുള്ളത് പോലെ തന്നെ എല്ലാം അടയാളപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വെച്ചതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ബാക്ക് നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ അവിടെ ഡോട്ടായിട്ട് ഇതേപോലെ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. എന്ത് സിമ്പിളാണ്. ശേഷം ആ ബാക്ക് നെക്ക് ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഫ്രണ്ട് നെക്കും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. എന്ത് എളുപ്പമല്ലേ തയ്ക്കാൻ. ഇതേപോലെ ചെയ്താൽ എളുപ്പമാണ്. ഇനി നമുക്ക് ആ ഒരു ടോപ്പിൻ്റെ ഷേപ്പിന് നമുക്ക് വരച്ചു കൊടുക്കാം. ശേഷം കൈക്കുഴി നമുക്ക് ആ ടോപ്പിൻ്റെ തയ്യൽ ലൈനിലൂടെ ഒരു വിരൽ അമർത്തി പിടിച്ചതാ ഇതേപോലെ നമുക്ക് ഡോട്ടായിട്ട് വരച്ച് കൊടുക്കാവുന്നതാണ്. ശേഷം നമ്മൾ ഷോൾഡർ ലൈനും കൂടെ വരച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ ടോപ്പ് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഡോട്ട്സ് എല്ലാം. അപ്പം നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്കൊരു ടോപ്പിൻ്റെ ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ ലെങ്ത്തിനനുസരിച്ച് ഞാൻ വരച്ചു കൊടുക്കുകയാണ് ഒരു സ്ട്രെയിറ്റ് ലൈന്. ഇവിടെ ഷോൾഡറിനുള്ള തയ്യൽ തുമ്പാണ്. അതുപോലെ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, ഇവിടെ ഒരു 1/4 ഇഞ്ച്, ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെട്ടിയെടുക്കാം. ആദ്യം ഞാൻ ബാക്ക് നെക്കാണ് വെട്ടുന്നത്. ബാക്ക് നെക്ക് ഫുള്ളായിട്ട് വെട്ടിയതിന് ശേഷം മാത്രമേ ഫ്രണ്ട് നെക്ക് ഞാൻ വെട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരേപോലെ ഇരിക്കും രണ്ടും, അത് ശരിയല്ല. ഇനി അടുത്തത് ഒരു തുണി എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് വെട്ടിയെടുക്കാം. ഇതേപോലെ. ഇനി നമുക്ക് 2 ഷോൾഡറും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ സിമ്പിളായിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ വേഗം നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. ഇനി ഒന്ന് വിടുവിച്ചെടുത്തിട്ട് നമുക്ക് നെക്ക് തയ്ക്കാം. നെക്ക് തയ്ക്കാനായിട്ട് ഇതേപോലത്തെ ക്രോസ് പീസാണ് വേണ്ടത്. എൻ്റെ ഈ ക്രോസ് പീസിനുള്ള തുണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ട് ജോയിൻ ചെയ്തതാണേ. അപ്പോൾ അത് നമുക്ക് ഈ നെക്കിന് വെച്ച് കൊടുക്കണം. ക്രോസ് പീസ് തന്നെ വെക്കണം, റൗണ്ടായിട്ട് എന്നാലേ കിട്ടത്തുള്ളൂ. ശേഷം നമ്മുടെ കൈക്കുഴി നമുക്ക് ഇതേപോലെ 2ആയിട്ട് മടക്കി ചെയ്താൽ മതി. അവിടെ ക്രോസ് പീസ് ഒന്നും വെക്കണ്ട. താഴെയും അതുപോലെ തന്നെ 2ആയിട്ടൊന്ന് മടക്കി അടിച്ചാൽ മാത്രം മതി. നമ്മൾ ഉള്ളിലിടാനുള്ളതല്ലേ. അപ്പം നമുക്ക് നല്ല തുണിയുടെ അടിയിലാണ് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ടാണ് നമുക്ക് തയ്ക്കേണ്ടത്. ഇതേപോലെ നമുക്ക് നെക്കൊന്ന് തയ്ച്ചെടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ഉണ്ടാവുക. കണ്ടോ? അപ്പം ആ തുണി നമുക്കിനി ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുത്ത് ഒരടിയും കൂടി അടിച്ചാൽ നമ്മുടെ നെക്ക് കംപ്ലീറ്റ്. ശേഷം നമുക്ക് കൈക്കുഴി മടക്കി അടിക്കാനായിട്ട് ആദ്യം നഖം കൊണ്ട് ഒരു മടക്ക് കൊടുക്കാം. അതിനുശേഷം ഒരു മടക്കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ കൈക്കുഴിയും കൂടെ അടിച്ചെടുക്കാം. ഇതേപോലെ 2 കൈക്കുഴിയും ഷിമ്മിയുടെ താഴെ വശവും കൂടെ ഒന്ന് അടിച്ചെടുത്താൽ നമ്മുടെ ഷിമ്മി പെർഫെക്റ്റ് ഓക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് അടിച്ചെടുത്തിട്ട് കാണാം. നമ്മുടെ ഷിമ്മി ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ബാക്ക് നെക്കാണ്. അത് ഉള്ളിലൂടെ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇത് കണ്ടോ, ഇതാണ് പുറമേ കാണുന്നത്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും തയ്യൽ പഠിക്കാതെ തന്നെ വീട്ടിൽ ഇരുന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്